ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലം ചത്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? സാധാരണ ഒരു ജീവിയുടേത് പോലുള്ള മരണമല്ല ഇവയ്ക്കുള്ളത്. നീലത്തിമിംഗലങ്ങൾ തങ്ങളുടെ മരണം മുൻകൂട്ടി തന്നെ മനസ്സിലാക്കുകയും അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് 100 കിലോമീറ്ററിലധികം സഞ്ചരിച്ചുമാണ് മരണമടയുന്നത്. പിന്നീട് ആഴക്കടലിലേക്ക് അവസാനമായി ശക്തമായി ഡൈവ് ചെയ്യുന്നു. ഈ സംഭവം വെയിൽ ഫാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ മരണമടഞ്ഞ തിമിംഗലത്തിൻ്റെ ശരീരം തുടക്കത്തിൽ സ്രാവുകളും ഈലുകളും കഴിക്കുന്നു. തുടർന്ന് പുഴുക്കൾ പോലുള്ള ജീവികൾ തിമിംഗലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഭക്ഷിക്കുന്നു. ക്രമേണ സോംബി വിരകൾ തിമിംഗലത്തിൻ്റെ അസ്ഥികളെ ദ്രവിപ്പിക്കുന്നു. തുടർന്ന് അതിൽ നിന്ന് കൊഴുപ്പും പ്രോട്ടീനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ പോഷകങ്ങളെല്ലാം തന്നെ പിന്നീട് സോംബി വേമുകളോടൊപ്പം ജീവിക്കുന്ന സിംബയോട്ടിക് ബാക്ടീരിയയിലേക്കും എത്തുന്നു. അസ്ഥികൾ ദഹിക്കുന്നത് വെള്ളത്തിനടിയിലുള്ള സസ്യങ്ങൾക്ക് ഇടതൂർന്ന് വളരാൻ വളരെ സഹായകമാകുന്നു. ഇങ്ങനെ ദ്രവിച്ച അസ്ഥി പ്രകൃതിദത്ത വളമായി പ്രവർത്തിക്കുന്നു. ഈ മുഴുവൻ പ്രക്രിയയും ഏകദേശം 100 വർഷത്തോളം തന്നെ നീണ്ടു നിൽക്കുന്നതാണ്. ഈ സമയങ്ങളിലെല്ലാം തന്നെ തിമിംഗലം 43 ഇനം ജീവികളുടെയും ഏകദേശം 1200-ൽ പരം സൂക്ഷ്മജീവികളുടെയും ഭക്ഷണമായി മാറുന്നു. അതുകൊണ്ടാണ് ഒരു നീലത്തിമിംഗലം ചത്താൽ അത് ആയിരക്കണക്കിന് ജീവജാലങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത്. ഇതുപോലെ തങ്ങളുടെ അവസാനം നേരിൽ കണ്ട് അതിനു മുമ്പ് തന്നെ ആവാസ വ്യവസ്ഥ വിട്ട് പുറത്തു കടന്ന് ആയിരക്കണക്കിന് ജീവികൾക്ക് ജീവൻ നൽകുന്ന അത്ഭുതമായ ഒരു ജീവി തന്നെയാണ് നീലത്തിമിംഗലം. ഇതോടുകൂടി ഇന്നത്തെ ഫാക്റ്റ് പൂർണ്ണമായിരിക്കുകയാണ്. ഇതുപോലെ ആരും അറിയാത്ത ആരും പറയാത്ത ഫാക്ട്സുകൾ കേൾക്കണമെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.